ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചായക്കടി റെസിപ്പിയാണ് കേട്ടോ. അതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വെട്ട് കേക്ക് പോലെ തോന്നുന്ന ഈ ഒരു ഐറ്റം ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെട്ട് കേക്കല്ല, പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കാൻ വളരെ എളുപ്പം തന്നെയാണ് കേട്ടോ. ആദ്യം ഇതിലേക്കായിട്ട് മിക്സഡ് ജാറിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുക്കുക, അരക്കപ്പ് നിറച്ച് തന്നെ എടുക്കണേ. പിന്നെ ഒരു 4-5 ഏലക്കായും കുറച്ച് മാത്രം ഉപ്പ്, ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് 250 ml ആണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ വറുക്കാത്ത റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നല്ല ചൂടാക്കിയിട്ടുള്ള നെയ്യാണ്. ആ ഒരു ചൂടോട് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. പിന്നെ പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ആ ഒരു മൈദ ചേർത്ത സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാനും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ കുഴച്ച് മയപ്പെടുത്തി എടുക്കുമെന്ന് വേണ്ടിട്ടോ. ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു രീതി. മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഒട്ടുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ഇങ്ങനെ ടൈറ്റായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു രീതിയിലേ വേണ്ട, ഈ ഒരു ലൂസിൽ തന്നെ മതി കേട്ടോ. നമ്മൾ എടുത്ത അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടും ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് കയ്യിലൊരു ഇത്തിരി എണ്ണ തടവി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തും കുറച്ചൊരു എണ്ണ ഒന്ന് ആക്കി കൊടുക്കണം, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. കുറേ സമയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്. അത്യാവശ്യം എണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് ഇതാ കയ്യിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് ചെറിയ ബോൾസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. പ്രസ് ചെയ്ത് ഉരുട്ട് ടൈറ്റാക്കി ഉരുട്ടൊന്നും വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കയ്യിലിട്ട് ഇതാക്കുക. ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, വളരെ ചെറിയ തീയിൽ. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനും. പിന്നെ ഇത് ചട്ടിയിലേക്ക് ഇടുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കുത്തി നിറച്ചിടണ്ട കേട്ടോ. കുറച്ച് മതി, 4-5 ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒന്നുകൂടെ വലുതായിട്ട് വരും. അപ്പോൾ ഇതാ ഒരുപാട് വലിയ ബോൾ ഇട്ട് കഴിഞ്ഞാൽ വലിയ കേക്ക് പോലെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സൈസിലേക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇട്ട ഉടനെ എന്തായാലും ഇളക്കരുത് കേട്ടോ. അത്യാവശ്യം അത് നല്ലോണം ഫ്രൈ ആയി ഇങ്ങനെ പൊങ്ങി വരും. അപ്പോഴേക്കും ഇങ്ങനെ വിണ്ട് കീറി പൊട്ടി ആ ഒരു രീതിയിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടതും. ഈ ഒരു ഷേപ്പിലേക്കാണ് കിട്ടേണ്ടത്. പിന്നെ തീ കൂട്ടി വെക്കരുത്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്താൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും, പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് എടുക്കുന്നത് വരെ ആ ഒരു തീയിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ കളർ മാറ്റിയെടുത്താൽ മതി. ഈ ഒരു കളറൊക്കെ ആയിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത ഉടനെ കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ച് ചൂടാറുമ്പോഴേക്കും പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളു സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം നമുക്ക് ആ ഒരു പണ്ടത്തെ ആ ഒരു ടേസ്റ്റിലൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്ക് തന്നെയാണിത്. പിന്നെ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം കുപ്പിയിലൊക്കെ ഇട്ട് അടച്ച് വെക്കാൻ 2-3 ദിവസമൊക്കെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. താങ്ക്